കടുമാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് മാസം മുന്നേ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കടുമാങ്ങ അച്ചാറിടാം. ആദ്യം തന്നെ നമ്മൾ ഉപ്പിലിട്ട ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെച്ചു, വെള്ളം കൂടുതലായ കാരണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കയ്യിൽ ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉലുവ നല്ലപോലെ പൊടിച്ചെടുത്തു. അതേപോലെ തന്നെ ഒരു കയ്യിൽ കടുക് എടുത്തിട്ടുണ്ട്. കടുകും അതേപോലെ തന്നെ നല്ലോണം പൊടിച്ചെടുത്തു. പിന്നെ ഒരു കയ്യിൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കടുമാങ്ങച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച കടുമാങ്ങയിലേക്ക് നമ്മൾ പൊടിച്ച പൊടികൾ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് പിന്നെ പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട മാങ്ങയാണത്. ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 സ്പൂണ് കായംപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വരും. ആ സമയത്ത് നമുക്കതൊരു ചില്ലുകുപ്പിയിലോട്ട് മാറ്റാം. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് കടുമാങ്ങച്ചാർ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തു നമ്മൾ. അതിനുശേഷം കുറച്ച് നേരം എടുത്തു വെച്ചു ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു ചില്ലുകുപ്പിയിലോട്ട് മാറ്റി നല്ലപോലെ ടൈറ്റാക്കി അടച്ചു വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ കടുമാങ്ങച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.